ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ക്യാപ്റ്റൻ എന്ന വാക്കിന്റെ അധികാരം എന്ന് പറഞ്ഞ ഒരു ലീഡർ എന്നുള്ളൊരു കാര്യമാണ്. ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി വിളിച്ചുണർത്താം, അല്ലെങ്കിൽ വിളിച്ചുണർത്തുന്നതിന്റെ ഒരു മെഷർ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം എടുത്ത് കൊണ്ടുപോയി മുഖത്ത് തളിക്കാം, കണ്ണിൽ തളിക്കാം, അങ്ങനെ അവർ എണീക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിനകത്ത് അനുമോള് കിടക്കുകയായിരുന്നു. ടയേർഡ്നെസ് ഉണ്ട്, പിന്നെ പീരിയഡ്സിൻ്റെതായ ഇഷ്യൂസുമായിട്ട് അനുമോൾ അവിടെ കിടക്കുകയായിരുന്നു ബെഡേല്. ആ ബെഡേൽ അനുമോള് കിടക്കുന്ന സമയത്ത് പ്രൊവോക്കിങ്ങിന്റെ ഭാഗമായിട്ട് നെവിൻ എന്ത് ചെയ്തു? നെവിൻ പോയിട്ട് ഒരു മഗിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് അനുമോളുടെ കണ്ണിൽ തെളിക്കുന്നു. ഇത് പ്രൊവോക്കിങ് തന്നെയാണ്. ഉറങ്ങാത്ത ഒരാളുടെ കണ്ണിലാണ് നെവിൻ കൊണ്ടുപോയി തെളിച്ചത്. അപ്പൊ ക്യാപ്റ്റൻ എന്നുള്ള അധികാരം എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ ഇല്ല, അവിടെ ആപ്ലിക്കബിൾ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ക്യാപ്റ്റന്റെ അധികാരം പ്രാവർത്തികമാവുന്ന എപ്പോഴാണ്? ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഷാനവാസ് പറയുന്ന പോയിന്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഷാനവാസ് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അനീഷും പറയുന്നുണ്ട് വളരെ മോശമായി പോയെന്ന്. എന്നിട്ട് തീർന്നിട്ടില്ല, ഞാൻ പറയാൻ എന്താണെന്ന്. അപ്പോ അനുമോൾ അവിടെ എണീറ്റിരിക്കുമായിരുന്നു, നെവിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ ഈ മുഖത്ത് വെള്ളം തെളിച്ചപ്പോ അനുമോൾ പ്രൊവോക്ഡായി എണീറ്റ് അപ്പം തന്നെ നെവിന്റെ കയ്യിൽ പിടിച്ചു. അവർ തമ്മിൽ ചെറിയൊരു കയ്യാങ്കളിയും കാര്യങ്ങളും ഉണ്ടായി. അപ്പൊ ഈ ഒരു കയ്യാങ്കളി കാരണം നെവിൻ അവിടുന്ന് നടന്നു പോവാൻ നേരത്ത് അനുമോൾ എന്ത് ചെയ്തു? അനുമോൾ ഒരു ബോട്ടിലിന്റെ അകത്ത് വെള്ളം എടുത്ത് നെവിന്റെ മണ്ടയ്ക്ക് ഒഴിച്ചു. അപ്പൊ ഇത് കാരണം പ്രൊവോക്ഡ് ആയിട്ട് നെവിൻ പോയിട്ട് അപ്പുറത്തൊരു ചായയുടെ ആ ഒരു കലത്തിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അനുമോളുടെ ബെഡിന്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു. ഇത് പ്രോമോ ആയിട്ട് കുറെ നേരം മുമ്പ് തന്നെ വന്നിരുന്നു. അനുമോളുടെ ബെഡേല് ഒഴിച്ചിരിക്കുകയാണ്, ഒരു കലം നിറയെ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. മഹാമോശമായി പോയിട്ടോ, വളരെ മോശമായി. ഇപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യം അവിടെ ഇല്ലായിരുന്നു. ബോട്ടിലിൽ വെള്ളം എടുത്ത് ദേഹത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഒഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് സാധാരണ ഉള്ളവർ ചെയ്യുന്നത്. പക്ഷെ നെവിൻ ഒരു കലം നിറയെ വെള്ളം എടുത്ത് ഒഴിക്കാൻ മാത്രം അത്രയും ആ ലെവലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും. ഒന്നാമത് അനുമോൾ അവിടെ ഉറങ്ങുകയല്ലായിരുന്നു. നെവിനാണ് അങ്ങോട്ട് പോയി പ്രൊവോക്ക് ചെയ്തത്. എണീറ്റിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പ്രൊവോക്ക് ചെയ്തത്. എന്തോ ഏനക്കേടാണ്. അനുമോളെന്ന് പേര് കേട്ടാലേ നെവിൻ എന്തോ ഏനക്കേടാണ്. തിരിച്ചും അതേപോലെ തന്നെയാണ് കേട്ടോ. ഇവർക്ക് എന്തോ വൈരാഗ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താണ് ഇഷ്യൂ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് കലഹം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു കലഹം ഇങ്ങനെ മുറുകി ഇത് നെവിന് നെഗറ്റീവേ ആവുള്ളൂ. ഈ ഒരു സംഭവം ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള കേസാണ്. നെവിന്റെ ഈ ആറ്റിറ്റ്യൂഡ് തന്നെ വളരെ നെഗറ്റീവാണ്. അനുമോളുടെ നേരെയുള്ള മാത്രമല്ല, ഷാനവാസിന് നേരെയും ഒക്കെ ഉള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. മോശമായി പോയെന്ന് പറഞ്ഞ അനീഷിന്റെ അടുത്ത് വരെ നെവിൻ കാണിച്ചത് താൻ പോയി കേസ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നെവിൻ അവിടെ നിന്ന് നടന്നകന്ന് പോയത്. അപ്പൊ ഇതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ഈ ചെയ്തത്. ഒട്ടും തന്നെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഒരു ന്യായവും ഇല്ല. അനുമോൾ അവിടെ കണ്ണ് അടച്ചു കിടക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. ക്യാപ്റ്റൻ ആയതുകൊണ്ട് ക്യാപ്റ്റൻ വന്ന് മുഖത്ത് വെള്ളം തളിച്ച് എണീപ്പിച്ചതാണെന്ന് പറയാമായിരുന്നു. അനുമോൾ അവിടെ കിടക്കുകയായിരുന്നു, സംസാരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. ഇവർ ഒന്നും രണ്ടും പറഞ്ഞ് ഇപ്പോഴും അടി ഉണ്ടാക്കാറുള്ളതാണ്. അപ്പൊ അതേപോലെ നീ ആരടാ, നീ പോടാന്നുള്ള രീതിയിൽ അനുമോൾ പറഞ്ഞു. അത് ആ ഒരു സംഭവം അതിന്റെ ഫ്രസ്ട്രേഷൻ കാരണം പറഞ്ഞതാണ്. ആ ഒരു ഇഷ്യൂ അനുമോൾ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു ഇഷ്യൂ, അതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കാം ചിലപ്പോ. അപ്പൊ നെവിൻ അതിന് ഇങ്ങനെ ഒരു ട്രിഗറായി പ്രൊവോക്കായി ഒരു കാലം നിറയെ വെള്ളം എടുത്ത് ഒഴിക്കാൻ മാത്രം ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ഇതില് നൂറ പറയുന്നുണ്ട് മഴക്കാലമാണ്, എന്തിനാണ് ഇങ്ങനെ ഒഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഉണങ്ങത്ത് പോലും ഇല്ല, കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞത്. മഹാചട്ടത്തരമാണ്. അവിടെ ബെഡിൽ കയറി അനിമോൾക്ക് ഇനി ഉറങ്ങാനായിട്ട് പറ്റില്ല, വേറെ എവിടെയെങ്കിലും പോയി ഉറങ്ങേണ്ടി വരും. ആ ലെവല് ചട്ടത്തരമാണ് നെവിനെ കാണിച്ചത്. പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. വമ്പൻ വെറുപ്പിക്കലായിട്ടാണ് നെവിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെവിന്റെ ഓരോ പ്രവൃത്തിയും വെറുപ്പിക്കലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും യോജിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല, അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ലെവല് പ്രവൃത്തിയാണ് നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈയിടെയായിട്ട്. ഇത്രയും വലിയ ചട്ടത്തരമൊക്കെ കാണിച്ചിട്ട് നെവിൻ അവിടെ നിന്ന് വാദിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത്. എന്തൊക്കെ പറഞ്ഞാണ് വാദിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും. നിന്നെ പോലത്തെ സ്ത്രീകൾ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് തെളിഞ്ഞു, നിന്റെ വൃത്തികെട്ട ചിന്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നങ്ങ് വാദിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് നിന്ന് വാദിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ ബെഡിൽ വെള്ളം ഒഴിച്ചതിനൊരു എക്സ്പ്ലനേഷൻ ആണോ? അല്ല. ഇവര് തമ്മിൽ വേറെ എന്തെങ്കിലും വമ്പൻ പ്രശ്നമുണ്ടോ? ഇല്ല. എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ രീതിയിലുള്ള ടോക്സ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിന് മാത്രം ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഹൈപ്പ് കൊടുക്കാനും അവിടെ ഈ രീതിയിൽ പൊക്കിക്കൊണ്ട് വരാനും പ്രേക്ഷകർക്കിടയിൽ വലിയൊരു പിന്തുണ ഉണ്ടാക്കാനും ഇങ്ങനെയുള്ളവര് സപ്പോർട്ട് ചെയ്ത് അങ്ങ് നിന്ന് കൊടുക്കുകയാണ്. സ്വയം നെഗറ്റീവ് ആയിക്കൊണ്ട് അനുമോൾക്ക് വളവിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല, അവിടെ കിടക്കുമായിരുന്നു, വെറുതെ പെണ്ണവിടെ കിടക്കുമായിരുന്നു, ശാരീരിക അസ്വസ്ഥതകൾ കാരണം അവിടെ കിടക്കുമായിരുന്നു. അപ്പോഴാണ് പോയി ഈ രീതിയിലുള്ള വെകിളിത്തരവും ചെറ്റത്തരവും കാണിച്ച് അവിടെ അടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, അടി വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് ലിറ്ററലി.
നെവിന് ഈ ഒരു കേസിൽ ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. പ്രോമോ കണ്ടപ്പോൾ ഞാൻ ഓർത്താണ് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യണമെന്ന്. കാരണം ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇനിയിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇനിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നും പറഞ്ഞ് ഇങ്ങനെയുള്ള ഊളത്തരങ്ങളാണോ കാണിക്കുന്നത്? ഇതൊക്കെ പ്രേക്ഷകർ കണ്ട് വിലയിരുത്തുക കേട്ടോ. എനിക്കറിയില്ല, ഈ ഒരു കേസിൽ നെവിന്റെ ഭാഗത്ത് ഒരു ന്യായവും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.